ഹലോ ന്യൂ മോമീസ്, എല്ലാവർക്കും അമ്മാസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ന്യൂ ബോൺ ബേബീസിൻ്റെ ആദ്യത്തെ 7 ദിവസത്തെ കെയർ എങ്ങനെയായിരിക്കണം എന്നാണ്. നല്ല സിമ്പിൾ ആൻഡ് സേഫ് ടിപ്പ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ബേബി ആണെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കണ്ടിരിക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് വൺ, ന്യൂ ബോൺ ബേബിക്ക് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് പോസിബിൾ ആണെങ്കിൽ 2 to 3 hours ഗ്യാപ്പിൽ, അതായത് 2-3 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യുക. ബേബി ഫുൾ ഫീഡായോ എന്നറിയാൻ അവരുടെ ഉറക്കം പിന്നെ ബിഹേവിയറും നോക്കിയാൽ മതി. നല്ല കാം ബിഹേവിയർ ആയിരിക്കും. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ബർപ്പിംഗ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ബർപ്പ് വരുന്നത് ഗ്യാസ് പ്രോബ്ലം ഒരുവിധം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ, ന്യൂ ബോൺ ബേബീസിന് 16 തൊട്ട് 18 മണിക്കൂർ വരെ ഉറക്കമുണ്ടാവും. അത് നോർമലാണ്. പിന്നെ സ്വാഡ്ലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് സ്വാഡ്ലിങ് ചെയ്യരുത്. കംഫർട്ടബിൾ ആൻഡ് കാം എൻവയോൺമെൻ്റ് ആണ് ബേബിയുടെ ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുക. തേർഡ് വൺ, ഫസ്റ്റ് 7 ഡേയ്സിൽ ബേബിക്ക് ഡെയിലി ബാത്ത് നിർബന്ധമല്ല. അമ്പലിക്ക കോഡ് വീഴുന്നത് വരെ സ്പോഞ്ച് ബാത്ത് മതി. ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ജെൻറ്റിലായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ സ്ട്രോങ് സോപ്പ്, പൗഡർ, പെർഫ്യൂം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫോർത്ത് വൺ, ബേബി കരയുന്നത് എല്ലാം ഗ്യാസ് കാരണമല്ല. പക്ഷേ ഗ്യാസ് സിംറ്റം ഉണ്ടെങ്കിൽ ബേബിയുടെ ലെഗ്, കാലുകൾ ജെൻറ്റിലായിട്ട് ഫോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ ടമ്മി മസാജ്, വളരെ പതുക്കെ ടമ്മി മസാജ് ചെയ്ത് കൊടുക്കുക. ബേബിയെ വെർട്ടിക്കൽ പൊസിഷനിൽ എടുത്ത് കാമായി ഹോൾഡ് ചെയ്ത് പിടിക്കുക. ന്യൂ ബോൺ ബേബിക്ക് ഹോം റെമഡീസ് ഒരിക്കലും ചെയ്യരുത്. ആയുർവേദ മെഡിസിൻസ് ഡോക്ടർ പറയാതെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഫീവർ, കണ്ടിന്യൂസ് ആയിട്ട് കരയുക, ഫീഡിങ് കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതാണ് ന്യൂ ബോൺ ബേബീസിൻ്റെ ആദ്യത്തെ 7 days കെയർ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ന്യൂ മോമീസ്, നിങ്ങളെല്ലാവരും നല്ല അമ്മമാരാണ്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ലവ്, കെയർ, പേഷ്യൻസ് ഇതൊക്കെ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ബേബി കെയർ വീഡിയോസിന് അമ്മാസ് നെസ്റ്റ് ഫോളോ ചെയ്യുക.